1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറുകൾ തന്നാൽ പെട്ടെന്ന് എങ്ങനെ റൂട്ട് കണ്ടുപിടിക്കാം. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സിംപ്ലിഫിക്കേഷൻ ആയിക്കോട്ടെ, അപ്രോക്സിമേഷൻ ആയിക്കോട്ടെ, അതിൽ തന്നെ നമുക്ക് ബാങ്ക് എക്സാമിനായാലും SSC എക്സാമിനായാലും ഒരു ക്വസ്റ്റിന് ഒരു 20 സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് ആണ് മാക്സിമം എടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു 4 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഏകദേശം ഒരു 10 സെക്കൻഡോളം പോകാറുണ്ട്. അപ്പോൾ നമ്മളുടെ സ്പീഡ് വളരെയധികം കുറയാറുണ്ട്. അപ്പോൾ ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെ റൂട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം, ആ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനൊരു പ്രീ റിക്വസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾ 1 മുതൽ 25 വരെയുള്ള സ്ക്വയറുകൾ കാണാപ്പാടമായിരിക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കാണുന്നത് പോലെ ലാസ്റ്റ് 2 ഡിജിറ്റ് നിങ്ങൾക്ക് ഏതാണെന്ന് അറിയിക്കണം. 1 മുതൽ 25 വരെയുള്ള നോക്കിയാൽ മതി. ഇപ്പോൾ 96 ലാസ്റ്റ് ഡിജിറ്റ് എങ്കിൽ അത് 14, 44 12, 84 22. അതായത് 1 മുതൽ 25 വരെയുള്ളവരത്തെല്ലാം ഒരു യൂണിക് നമ്പർ ആയിരിക്കും ലാസ്റ്റ് 2 ഡിജിറ്റായിട്ട് വരിക. അതൊന്ന് കാണാപ്പാടം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മെമ്മറിയിലേക്ക് വരണം. 44 വന്നാൽ 12, 69 വന്നാൽ 13, 24 വന്നാൽ 18, അതുപോലെ 84 വന്നാൽ 22. അങ്ങനെ ഇനി ഇതെങ്ങനെയാണ് വർക്കാവുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരെണ്ണം ആദ്യം നോക്കാം. 38, 44 ഇതിൻ്റെ റൂട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് റൂട്ട് കണ്ടുപിടിക്കേണ്ട സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ, അത് 1 മുതൽ 100 വരെ ആകുമ്പോൾ ഒന്നുകിൽ 1 ഡിജിറ്റ് അല്ലെങ്കിൽ 2 ഡിജിറ്റ് അല്ലെങ്കിൽ 3 ഡിജിറ്റ് 4 ഡിജിറ്റ്, മാക്സിമം 4 ഡിജിറ്റാണ് വരുന്നത്. 4 ഡിജിറ്റ് വരുമ്പോൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അവസാനത്തത് 44. 44 വന്നാൽ ഞാൻ പറഞ്ഞു 12. ഇനി ഫസ്റ്റ് 2 ഡിജിറ്റ് നോക്കുമ്പോൾ അവിടെ ഒരു ബേസ് പോയിൻ്റ് ഉണ്ട് 56. 56 കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത് 50. 56 മുകളിലാണെങ്കിൽ നിങ്ങൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത് 100. ഇവിടെ നമുക്ക് 56 കുറവാണ്, അപ്പോൾ 50 ബേസ് ആയിട്ട് എടുക്കേണ്ടത്. 50 ബേസ് ആയിട്ട് എടുക്കുമ്പോൾ കിട്ടിയ ഈ 12 എന്ന് പറയുന്ന വാല്യൂവിനെ 50നോട് കൂട്ടുക. 50 + 12 62 ആൻസർ. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നെക്സ്റ്റ് നമ്പർ പറയാം. ഇപ്പോൾ 51, 84 പെട്ടെന്ന് തന്നെ പറയാം. 84 ലാസ്റ്റ്, അപ്പോൾ 22ൻ്റെ സ്ക്വയറാണ്. 56 കുറവാണ്. 50 + 22 72. ഫസ്റ്റ് ഗ്ലാൻസിൽ തന്നെ നിങ്ങൾക്ക് റൂട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിപ്പോൾ 56 കുറവുള്ള 2 നമ്പേഴ്സാണ് ഇപ്പോൾ നോക്കിയത്. ഇനി 56 മുകളിൽ വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. ഫോർ എക്സാമ്പിൾ 60, 84 അവിടെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. 84, സോ 22 വന്നു. 56 മേളിലാണ്, അപ്പോൾ ബേസ് 100 ആയിരിക്കണം. 100ൽ നിന്ന് 22 കുറച്ചാൽ 78. അപ്പോൾ ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. 50 ബേസ് എടുക്കുന്നതെങ്കിൽ ബേസ് വാല്യൂ വന്നത് ആഡ് ചെയ്യുക. 100 ബേസ് എടുക്കുന്നുണ്ടെങ്കിൽ ബേസ് വാല്യൂ 100ൽ നിന്ന് കുറയ്ക്കുക. എങ്ങനെയാണ് ബേസ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ 2 ഡിജിറ്റ് 56 കൂടുതലാണെങ്കിൽ 100 എടുക്കുക, 56 കുറവാണെന്നുണ്ടെങ്കിൽ 50 എടുക്കുക. പെട്ടെന്ന് ഒരു 2 നമ്പേഴ്സ് കൂടെ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു 9604 ഇത് കുറച്ചൊരു എളുപ്പമാണ്. 04 അപ്പോൾ 2, 56 കൂടുതലാണ്. സോ 100ൽ നിന്ന് 2 കുറച്ചാൽ 98. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി വേറൊരു നമ്പർ എടുക്കാം. 77, 44 77, 44 ഇവിടെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 44 12, 77 56 മേളിലാണ്. സോ 100ൽ നിന്ന് 12 കുറച്ചാൽ 88 സ്ക്വയർ. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നമ്പർ കാണുമ്പോൾ തന്നെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 60, 84 ലാസ്റ്റായിട്ട് നോക്കാം. 484 22. 100ൽ നിന്ന് 56 കൂടുതലാണ് 60. 100ൽ നിന്ന് 22 കുറച്ചാൽ 78. ഓക്കെ, ഫൈൻ. അതായത് നിങ്ങൾക്ക് 60, 84 കാണുമ്പോൾ തന്നെ 78 എന്ന് എഴുതാനായിട്ട് സാധിക്കും. വിത്തിൻ 2 സെക്കൻഡ്സ് യു ക്യാൻ ഫൈൻഡ് ദ റൂട്ട്. ഇതിന് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഏത് ഇതാണ് സ്ക്വയറിൻ്റെത് അല്ലെങ്കിൽ റൂട്ട് അല്ലെങ്കിൽ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഇതിലേത് ടിപ്പാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.